മലയോര മേഖലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം ഗുരുതരമായ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഒന്നായാണ് അതിനെ കാണേണ്ടത്. ജനങ്ങളുടെ ജീവനെയും ജീവിതത്തെയും നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ തുടർച്ചയായി ഇടപെടുകയാണ്. പക്ഷേ 1972 രാജ്യം പാസാക്കിയ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമമുണ്ട്. ആ നിയമം വലിയൊരു തടസ്സമായിട്ടാണ് തുടരുന്നത്. സംസ്ഥാനത്തിന് സ്വതന്ത്രമായി നടപടികൾ സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ പലതവണയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്. അപ്പോഴൊക്കെ കേന്ദ്രം അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇവിടെ ഈ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. അതിൽ ആവശ്യമായ ഭേദഗതികൾ വേണമെന്നത് ഇന്നത്തെ സ്ഥിതി പരിശോധിച്ചാൽ ആർക്കും ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ ഭേദഗതി വരുത്താൻ ഇപ്പോഴത്തെ BJP സർക്കാർ തയ്യാറാകുന്നത്. ഇതാണ് ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നത്. ഇത്തരം പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ജനങ്ങളെ കൈവിടാതെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ല്, അതേപോലെ തന്നെ വനം ഭേദഗതി ബില്ല്, ഇവയെല്ലാം നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. മനുഷ്യരെ ആക്രമിക്കുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്ന വ്യവസ്ഥകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ബില്ലിന് അംഗീകാരം വേണം. അത് കേന്ദ്ര തലത്തിൽ ലഭിക്കേണ്ടതാണ്. ഇതേവരെ അത് ലഭിച്ചിട്ടില്ല. അത് തടസ്സപ്പെട്ട് കിടക്കുകയാണ്. അതിനിടയിലും മലയോര ജനതയ്ക്ക് ആശ്വാസം നൽകുന്നതിനായി നഷ്ടപരിഹാര തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കുള്ള സഹായം 10 ലക്ഷം രൂപയിൽ നിന്ന് 14 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട്. പാമ്പ്, തേനീച്ച തുടങ്ങിയവയുടെ ആക്രമണത്തിൽ മരണപ്പെടുന്നവർക്ക് 4 ലക്ഷം രൂപ നൽകാൻ തീരുമാനിച്ചു. ഗുരുതരമായി പരിക്കേൽക്കുന്നവർക്കും അംഗവൈകല്യം സംഭവിക്കുന്നവർക്കും വിവിധ നിരക്കുകളിൽ ധനസഹായം ഉറപ്പാക്കിയിട്ടുണ്ട്. നമ്മൾ നേരിട്ട വലിയൊരു പ്രശ്നമായിരുന്നു ബഫർ സോൺ വിഷയം. അതിലും ജനവാസ മേഖലകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. സംരക്ഷിത വനമേഖലകളുടെ ചുറ്റുമുള്ള നിർബന്ധിത ബഫർ സോണിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കുന്നതിനായി സുപ്രീം കോടതിയിൽ അനുകൂല വിധി നേടുന്നതിന് നമുക്ക് കഴിഞ്ഞു. ഇത് മലയോര ജനതയുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് നിർണായകമായ മുന്നേറ്റമാണ്. അങ്ങനെ നോക്കിയാൽ പൊതുമേഖലാ വ്യവസായങ്ങളെ സംരക്ഷിച്ചു വളർത്തി, റബ്ബർ കർഷകരെ ചേർത്ത് പിടിച്ചു, മലയോര ജനതയുടെ ജീവനും ജീവിതവും സംരക്ഷിക്കാൻ നിയമപരവും സാമ്പത്തികവുമായ ഇടപെടലുകൾ നടത്തി. ഇത്തരത്തിൽ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ കാണാൻ കഴിയും. വികസനവും സാമൂഹ്യനീതിയും കൈകോർക്കുന്ന ഭരണനയമാണ്
കേരളം ഈ കാലയളവിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്.